നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക, രോഹിണി, മകേരി, അതായത് ഇടവക്കൂർ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ പോണത്. എന്താണെങ്കിലും ഈ കാർത്തിക, രോഹിണി, മകേരിക്കാർക്ക് ഈ സമയം സന്തോഷ അവസ്ഥകളൊക്കെ തരുന്ന ഒരു സമയമാണ്. മാനസിക ബുദ്ധിമുട്ടുകളും ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് വന്നു വരുന്ന ബുദ്ധിമുട്ടുകളും അങ്ങനെ ഇന്ന് വേണ്ട മറ്റ് പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമസന്ധിയൊക്കെ മാറി സന്തോഷാവസ്ഥയിലേക്ക് ആവും. കാർത്തിക, രോഹിണി, മകേരുന്ന ആൾക്കാർ അവരുടെ സംരംഭങ്ങൾ അവർ കൊണ്ടുവരുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കും. ജോലി കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും. കുടുംബത്തിൽ സന്തോഷാവസ്ഥ ഉണ്ടാവും. രോഗാവസ്ഥയിലൊക്കെ മോചനം കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് നടത്തുന്നതിൽ എല്ലാത്തിലും നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പിന്നെ പറയുകയാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും. സന്താനങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉന്നതിയും ഉയർച്ചയും കാര്യങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ ഒരു വിഷമസന്ധി എന്ന് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ അതോട് തുല്യമായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഏതെങ്കിലും രീതിയിൽ കലഹിക്കാനുള്ളൊരവസ്ഥയൊക്കെ വന്നു ചേരും. അതൊന്നും വലിയ കാഠിന്യമാവില്ല എങ്കിൽ കൂടി അവരൊക്കെ ഒന്ന് കലഹിക്കുന്ന അവസ്ഥ വരും. പിന്നെ കൂടപ്പിറപ്പുകളോട് ഏതെങ്കിലും രീതിയിലൊക്കെ കലഹിക്കുന്നൊരവസ്ഥ വരും. അഭിപ്രായ ഭിന്നതകൾ വരും അവരായിട്ടൊക്കെ, അതിന് സാധ്യതയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വിവാഹാധികാരികൾ നോക്കുന്ന ആൾക്കാർക്ക് അധികം താമസമില്ലാതെ വിവാഹാധികാരികൾ നടക്കും. ഒരു 3 മാസം കൂടി കഴിയുമ്പോഴൊക്കെ ഈ നാളുകാർക്ക് കുറച്ചും കൂടെ വൃദ്ധിയാവും. അപ്പോൾ അത് വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്, നടക്കും. പിന്നെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ജോലി ആവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യയിലൊക്കെ ഉന്നതി ഉണ്ടാവും. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കും. അങ്ങനത്തെ സമയമാണ് കാർത്തിക, രോഹിണി, മകേരിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയണമെങ്കിൽ യാത്രകൾ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില യാത്രകൾ വിഷമസന്ധി ഉണ്ടാക്കും, കലഹങ്ങൾ ഉണ്ടാക്കും, പല ബന്ധങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കും. അതിനൊക്കെ സാധ്യതയുണ്ട് ചില യാത്രകളിൽ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഭൂമി വിൽക്കാനിട്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കച്ചവടമാവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വീട്, സ്ഥലം, വാഹനം എന്നിവയൊക്കെ വിൽക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളിൽ നിന്ന് വിറ്റ് പോകാൻ പറ്റിയ ഒരു സമയസ്ഥിതിയാണിത്. വാങ്ങിക്കണേ കൂടുതലായിട്ട് വിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വിൽക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. അത് നടക്കും. വാങ്ങിക്കാൻ പെട്ടെന്ന് സാധിച്ചില്ലെങ്കിലും വിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ അതൊക്കെ തടസ്സമില്ലാതെ നടക്കും. അങ്ങനത്തെ ഒരു സമയമാണിത്. പിന്നെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ രോഗാവസ്ഥയിൽ ഇന്ന് ആൾക്കാരുണ്ട്. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച് വയറ് ആയിട്ട് ഉദരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസ്ഥിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് മോചനം കിട്ടും. അതിൽ നിന്നൊക്കെ നമുക്ക് ആ രോഗശൈലിയിൽ നിന്നൊക്കെ മോചനം കിട്ടി സുഖം പ്രാപിക്കും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ഈ സമയത്ത്. പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഒരു മേൽഗതി ഉണ്ടാകും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്കൊക്കെ പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വേറെ നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ അങ്ങനെയൊക്കെ വരാനുള്ള അവസ്ഥയുണ്ട്. പിന്നെ പറയാം, സ്ത്രീകൾക്കാണെങ്കിൽ പൊതുവെ സന്തോഷ സ്ഥിതികൾ വന്നു ചേരും. അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമൊക്കെ ആവും. അതുപോലെ തന്നെ അവർക്ക് ചില രീതിയിലൊക്കെ ആർഭാട ജീവിതങ്ങൾ നയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാനും മറ്റ്
ആടാൻ ചിലകളൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വന്ന് ചേരും അവർക്ക്. അങ്ങനത്തെ ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഭക്തിമാർഗം അല്പം കൂടി കൂടുതലാകും. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ചില പ്രണയിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്നിക്കാൻ സാധിക്കുന്നൊരു സമയം കൂടിയാണിത്. ഈ കാർത്തിക രോഹിണി മകീരക്കാർ, പ്രണയത്തിലായിരിക്കുന്ന ആൾക്കാർ, വിവാഹം നോക്കുന്ന ആൾക്കാർ, പ്രണയിച്ച് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ സാഫല്യം നടക്കും. ഒരാഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണിത്. പിന്നെ പറയണമെങ്കിൽ ചില ആൾക്കാർക്ക് ദാമ്പത്യഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നമായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടായി. സ്ത്രീകളായിരുന്നു കാർത്തികക്കാർ ഭിന്നമായിട്ടിരിക്കുന്നത്, പുരുഷന്മാരല്ല. കാർത്തിക രോഹിണി മകീരക്കാർ സ്ത്രീകൾ ഭിന്നമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടി അവർ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് യോജിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആവും. അങ്ങനത്തെ ഒരു സമയമാണ്. ചില മകീരക്കാർക്ക് വിവാഹദർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അല്പം കൂടി ഉണ്ട്. എന്നാൽ കൂടി കാര്യങ്ങൾ നോക്കാനും നടക്കാനൊക്കെ ഉള്ള അവസരങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. പരിശ്രമിക്കാവുന്നതാണ്, നടക്കും. പിന്നെ പറയണമെങ്കിൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. രോഹിണി മകീരക്കാർക്കൊക്കെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. അവരാഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. പിന്നെ വിഷമസന്ധി എന്ന് പറയാനാണെങ്കിൽ ചില ആൾക്കാർക്ക്, അതായത് ഈ മകേരി എന്ന ആൾക്കാണ് കൂടുതലായിട്ട് വരിക. രോഹിണി ശേഷം ചിലതൊക്കെ രോഹിണിക്കും വരാവുന്നതാണ്. എന്തെങ്കിലും സാമഗ്രികൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും നമ്മളിൽ നിന്ന്. അതിനൊരു സാഹചര്യം വന്നു ചേരും. ആരെങ്കിലും എന്തെങ്കിലും സാമഗ്രികൾ ഈ രോഹിണി മകീരക്കാരിലേക്ക് അപഹരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അപ്പം അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർക്കും പരമാവധി സാമഗ്രികളൊന്നും കൊടുക്കാതെ ഉള്ള സാമഗ്രികൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു 100-ൽ ഒരു 85-90% സന്തോഷിക്കാനുള്ള അവസ്ഥകളാണ് ഈ കാർത്തിക രോഹിണി മകീരക്കാർക്ക് അവർ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അനുഭവങ്ങൾ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ നാളുകാർക്ക് വിഷമസന്ധി ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് കാര്യങ്ങൾ നടക്കണില്ല, ജോലി കാര്യങ്ങളിൽ വിഷമസന്ധിയാണ്, ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിഷമങ്ങളാണ്, അവരുടെ അഭിന്നത ഒന്നും മാറുന്നില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ട് തന്നെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് തുളസിമാല വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അത്യാവശ്യമാണത്. ഇത് മോചനം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് തുളസിമാല വഴിപാട് കഴിക്കുക, തിരുമധുരം വഴിപാട് കഴിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ജോലി കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ സുബ്രഹ്മണ്യ സ്വാമിക്ക് കരിക്കഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കുക. കുറച്ച് തവണ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടിയത് മോചനം കിട്ടും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ മഹാദേവന് കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന, ഈ നാളുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിയത് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ഈ കാർത്തിക രോഹിണി മകീരക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ദാമ്പത്യ വിഷയങ്ങളിൽ പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അലോഹ്യങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ജോലിക്കാരെ തടസ്സമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് മാറാൻ മഹാദേവന് കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് കരിക്കഭിഷേകം പാൽപ്പായസം കഴിച്ച് പ്രാർത്ഥിക്കാം. കൃഷ്ണൻ്റെ അമ്പലത്തിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല തിരുമധുരം കഴിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാവുന്നതാണ്. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭരാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.